നവചണ്ഡിക യാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ അവസാന ഘട്ടങ്ങളിലെ കാഴ്ചകളിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആൾക്കാരൊക്കെ യാഗം തീരാറായപ്പോൾ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ കമ്മിറ്റിക്കാർ കൈയൊക്കെ വെച്ച് കെട്ടി എല്ലാവരെയും തടങ്ങി അവിടെ നിർത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ ആരും ഇതിൻ്റെ അകത്തോട്ട് കയറാതിരിക്കാനായിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പ്രസാദം കൊടുക്കും. അപ്പോൾ കുറച്ചുകൂടി ജനത്തിരക്കാവും. അപ്പോൾ അത് നിയന്ത്രിക്കാനായിട്ടാണ് പഴയ അങ്ങനെ കൈയൊക്കെ വെച്ച് ചങ്ങല പോലെ കെട്ടി ആൾക്കാരെ അവിടെ തടങ്ങി നിർത്തിയിരിക്കുന്നത്. കണ്ടില്ല? പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലാണ് ഇങ്ങനെ ഒരു നവചണ്ഡിക യാഗം നടന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് ലൈവും എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. നല്ല റെസ്പോൺസാണ് കിട്ടിയത്. അപ്പം അവരൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇതിൻ്റെ അവസാന കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ പ്രത്യേകം ഇടാൻ പറ്റുമെന്ന് ഇടണമെന്ന്. അങ്ങനെ ആ ഒരു റിക്വസ്റ്റും പ്രകാരമാണ് നമ്മൾ ഇതിൻ്റെ അവസാനത്തെ ആ ഒരു പോർഷൻ മാത്രമായിട്ട് ഇട്ടിരിക്കുന്നത്. ഇതാണ് യാഗം തീരുന്ന ആ സമയത്തുള്ള കാഴ്ചകൾ. യാഗം നടത്തുന്നത് നമ്മുടെ മൂകാംബിക ക്ഷേത്രം തന്ത്രി അദ്ദേഹമാണ് യാഗം നടത്തുന്നത്. ഇതൊക്കെ കാണാൻ പറ്റിയതും ഷൂട്ട് ചെയ്യാൻ പറ്റിയതും എൻ്റെയും ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. എൻ്റെയും നമ്മുടെ ചാനലിൻ്റെയും വലിയൊരു ഭാഗം. കണ്ടില്ലേ, ഇതിപ്പോൾ യാഗം തീരുമ്പം അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിൽ നിന്ന് ഒരു നൂല് ഇങ്ങനെ പൊട്ടിച്ച് കളയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഈ ഒരു മണിനാഥം കേട്ടില്ലേ? ഇത് നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിൽ മാത്രം കേട്ടുവരുന്ന ഒരു മണിനാഥമാണ്. കണ്ടില്ലേ? അപ്പം അത് ഈ ഒരു യാഗശാലയ്ക്ക് ചുറ്റും ഇങ്ങനെ മണിനാഥവും മുഴക്കി ഇങ്ങനെ നടക്കും ഈ ഒരു പൂജയുടെ ചില സമയങ്ങളിൽ. അപ്പം അതൊക്കെ നമുക്ക് കാണുമ്പോൾ മൂകാംബിക നിൽക്കുന്ന ഒരു ഫീലും നമുക്ക് കിട്ടും. അയ്യോ, കണ്ടില്ലേ എന്തൊരു തിരക്കെന്ന്! സംഭവം ഇരിക്കുകയാണ്, ഇത്രയും തിരക്ക് വന്നിട്ട്. സജീവ